അസ്സലാമലൈക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. അപ്പൊ ഞങ്ങളെ കൂടെ ഷുഹൈലുണ്ട്, നമ്മളെ ശ്യാംശ്രീ ഉണ്ട്, ഫൈസൽക്ക ഉണ്ട്. അപ്പം ബാക്കിയുള്ളത് തന്നെ എവിടുക്കാ പോണേ? ഫൈസൽക്ക എന്തിനാ പോണേ? പറഞ്ഞു കൊടുക്ക് നിന്റെ പ്രേക്ഷകരോട്. നീ അല്ല പറയണ്ടേ എന്തിനാ പോണേ? ഓൺ വോയിസ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഓൺ വീഡിയോയിൽ വരാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ഇന്നൊരു ഷൂട്ട് ഉണ്ട്. ഞങ്ങൾ അന്ന് നിത്യ മാമിന്റെ ഷൂട്ട് എടുത്ത അതേ ഫ്ലോറിൽ നമ്മൾ ഗാലറി വിശേഷം അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഷൂട്ട് ഉണ്ട്. നജീം അർഷാദാണ് പാടുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിബു സുകുമാരൻ. ഇവരെ അതായത് നിത്യ മാമൻ പാടിയ പാട്ടിന്റെ ഡ്യുവറ്റ് ആണ്. ഷമീർ മടത്തറയുടെ വർക്കാണ്. ക്യാമറ ചെയ്ത് അസുലിനെ കാണിക്കുക. ബാക്കിലുണ്ട് ക്യാമറമാൻ ഉണ്ട്. ക്യാമറമാനൊക്കെ എന്നെ അസിസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്റെ എല്ലാം ആണ്. ഇപ്പം ഞങ്ങളെ കൂടെ എന്നെ ഓൾ ഇൻ ഓൾ ആണ്. ഏതാണ് പോസ്റ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഷാമേ? നമ്മുടെ ഒരു ജർമ്മൻ ഡയറി കുറിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്റെ സലാമാണ്. എന്റെ ഷാഫി ചെയ്ത കൗമാര ക്യാരക്ടർ അതിഗംഭീരമായിട്ട് ചെയ്ത് പ്രേക്ഷകരുടെ എന്താണ് മുക്ത കണ്ട പ്രശംസ അങ്ങനെയൊക്കെ പറയും ഷാമേ. അത് വാങ്ങി ഏറ്റുവാങ്ങി ഇങ്ങനെ അതിന്റെ ഒരു ധൃതംഗ പുളകിതനായി അങ്ങനെയാണോ പറയാ? പുളകിതനായിട്ട് ഇരിക്കുന്നതാണ്. ഒരുപാട് പേര് അവിടെ അങ്ങനെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നല്ലോ ഷാമേ. എന്താണ് പ്രേക്ഷകരോട് പറയാ? നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ. അതുപോലെ ഇതുപോലെ മുന്നോട്ട് പോവാ. പ്രേക്ഷകരായിട്ട് നിങ്ങളും നല്ല നല്ല വർക്കിനെ വിലയിരുത്തുക, സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ പറയാനുള്ളൂ. എന്റെ വർക്കിന്റെ അസോസിയേറ്റ് ആണ്, ക്യാമറമാൻ ആണ്. നമ്മള് വെബ് സീരീസിനെ കുറിച്ചാണ്, ജർമ്മൻ ഡയറി ഗ്രൂപ്പിനെ കുറിച്ച് റണ്ണിങ് സക്സസ്ഫുള്ളി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാറ്റിക് ലെവലാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ള ഫൈസൽക്ക. തന്നതിനുള്ള ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ കൂടുതൽ ഇങ്ങനെ വലിച്ചു തീട്ടുണ്ട് അല്ലേ. ഇനി അവിടെ എത്തിയിട്ട് ഫ്ലോറിലെ വിശേഷങ്ങളും പിന്നെ പതിപോലെ തന്നെ ഈറ്റിംഗ് പരിപാടിയാണല്ലോ. അവള് എന്റെ കൂടെ വരണ എനിക്ക് അതിന് എപ്പിസോഡിൽ പറഞ്ഞ ഷാമേ, യാത്ര ഒരു മൂലയ്ക്ക് കിടന്നിരുന്ന എന്നെ യാത്രാഭ്രാന്തനാക്കിയതും ഈ കാർ ഓടിക്കാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചിട്ട് ഇവള് എന്നിട്ട് പ്രേക്ഷകരോട് പച്ച നുണ തട്ടിവിടുക. എനിക്ക് യാത്ര അത്ര ഒന്നും ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈറ്റ് ചെയ്യാൻ ഇങ്ങനെ തിന്നാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ പോവാന്ന് ഫൈസൽക്കാരുടെ കൂടെ പച്ച നുണ പറഞ്ഞു കേട്ടോ. എനിക്ക് യാത്ര എനിക്ക് പോവാൻ ഏറ്റവും ഇപ്പൊ തന്നെ മൂന്നാറ് വിട്ട് കളിയില്ല. മൂന്നാറ് 5 തവണ പോയി അല്ലട്ടോ. ഞാൻ ഓൺ വീഡിയോ വന്നതാണ് പ്രശ്നം. ഭയങ്കരമായിട്ട് ചെല്ലും. അപ്പൊ ഇത് കട്ട് ചെയ്യും. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങൾ. ഓക്കെ, വരും ദിവസങ്ങളിൽ ഞങ്ങളെ കൂടുതൽ നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങള് എന്താണ് അവര് പറയാ, നമ്മള് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതോറും നമ്മള് അങ്ങോട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ റിവീൽ ആവും. എല്ലാ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലത്തെ ഞങ്ങൾക്കും ഉണ്ട് അല്ലേ. എല്ലാ വികൃതികളും ഇതൊക്കെയാണല്ലോ. അപ്പൊ നമ്മളുടെ ഒരു ഫാമിലി ആയി തീരാണ് നമ്മുടെ സ്ഥിരം എന്താ സബ്സ്ക്രൈബേഴ്സും നമ്മളെ പ്രേക്ഷകരൊക്കെ. അപ്പൊ ഓക്കെ, ഇനി വീണ്ടും എത്ര ഓക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാ ശരി, താങ്ക് യു. അപ്പൊ ഇനി കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സ്റ്റുഡിയോയിൽ കുറച്ച് ലൈറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 2 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നും കഴിച്ചത് മന്തി ആയിരുന്നിട്ടാ. അപ്പം മന്തിയൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം നജീം അർഷാദ് സിബേട്ടർ വരെ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ നജീം അർഷാദ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ സിബേട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് വീണ്ടും വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു. സിബേട്ടനൊക്കെ അന്ന് എന്തോ ഒരു വർക്കിൻ്റെ പ്രൊമോഷൻ എന്തോ ഉണ്ടായിരുന്നു അത്ര. അങ്ങനെ നമ്മൾ സിബേട്ടൻ വന്നു. സിബേട്ടൻ്റെ ലിപ്പ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സിബേട്ടൻ റൂമിലേക്ക് പോയി. ഞങ്ങളെല്ലാവർക്കും തലേനാൾ ഫൈസൽക്ക റൂമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴി തന്നെ നാളത്തേക്കുള്ള ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈസൽക്ക ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ ശ്യാമും വരൊക്കെ ഉള്ളപ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലുലു മാളിൻ്റെ അടുത്താണ് നമ്മൾ ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താ പറയുക, നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല ഹോട്ടലും നല്ല നീറ്റ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈസൽക്കാക്ക് അതിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് നാളെ അവിടെ ഒരു ഷൂട്ടിൻ്റെ കുറച്ച് സീൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നോക്കിയിട്ടായിരുന്നു നമ്മൾ ഹോട്ടൽ സെലക്ട് ചെയ്തത്. അപ്പം എന്താ പറയുക, മോശമല്ല, നല്ല മോശമല്ല എന്നല്ല, നല്ല നീറ്റ്നെസ്സൊക്കെ ഉള്ള ഹോട്ടൽ.
അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ തന്നെ 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നാളത്തേക്കുള്ള ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഫൈസൽക്ക് ഷ്യാമൊക്കെ കൂടിയിട്ട് അതിൻ്റെ ചർച്ചയിലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഫൈസൽക്ക് ഇത് ഇപ്പോഴേ കഴിയുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഫൈസൽക്ക് ഇതൊക്കെ തന്നെയാണ് നെഫേ ഷൂട്ട്. പിന്നെ ഞാനധികം അങ്ങനെ ഷൂട്ടിൻ്റെ സ്ഥലത്തേക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ വ്ളോഗിൻ്റെ ഇതൊക്കെ ആയത് കാരണം ഞാൻ പോണതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആയി നമ്മളെ നായിക വന്ന് നായകനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വൈകിട്ട് ഫോർട്ട് കൊച്ചിയിൽ പിന്നെ അന്ന് ആ റൂമിലായിരുന്നു കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ഫോർട്ട് കൊച്ചിയിലേക്കായിരുന്നു. പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷൂട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എടുക്കരുതെന്ന് ഫൈസൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങൾ നായികയൊക്കെ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ എത്തി ഫൈസൽഖാനോട് ഞാൻ ചോദിച്ചാൽ അത് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ പകർത്താൻ കേട്ടോ, പക്ഷെ പറ്റിയില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് നേരെ തിരിച്ച് വീണ്ടും നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു പോയത്. അങ്ങനെ അതിൻ്റെ ബാക്കി പോർഷനും കൂടിയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് തന്നെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം ഫോർട്ട് കൊച്ചിക്ക് പോയത് മറ്റേ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കാരണം ആദ്യം ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് രാത്രി അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുന്ന് രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂട്ടൊക്കെ കഴിയാൻ. പിന്നെ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മൾ സിബേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഇപ്പോഴാ സിബു സുകുമാറിൻ്റെ വീട്ടിലാണ് നമ്മളെ നെക്സ്റ്റ് ജർമ്മൻ ഡയറി ഗ്രൂപ്പിൻ്റെ 3ാം ഭാഗം അതിൻ്റെ സ്കോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചാനലിൽ ഫുള്ള് ജർമ്മൻ ഡയറി ഗ്രൂപ്പാണ്. മരട് ഷൂട്ട് എത്ര ദിവസം കഴിഞ്ഞു? 2 ദിവസം. ഇന്ന് ഇതിന്റെ ജർമ്മൻ ഡയറി പ്രേക്ഷകരോട് പറയുന്നത് നീ എന്താണത് പ്രേക്ഷകരോട് പറയും. 2 ദിവസം എന്താണ് ഷൂട്ട് 2 ദിവസമായി. മിനിയാന്നും ഇന്നലെയും. ഇന്ന് ഫൈസൽ ഖാന്റെ വർക്കിന്റെ പ്രൊഡക്ഷൻ വർക്കാ എന്താണാവോ അതിന്റെ സ്കോർ BGM ഒരു ജർമ്മൻ ഡയറി കുറിപ്പ് അതില് നമ്മളെ നായകനുണ്ട് ഇവിടെ നമ്മളെ ശ്യാം ശ്രീ. അതിന്റെ 3ാം എപ്പിസോഡ് അതിന്റെ വന്നെത്തിയാണ് നമ്മളെ ജർമ്മൻ ഡയറി ഗ്രൂപ്പിന്റെ സ്കോറിൽ വരുന്ന പാട്ടാണത്. അപ്പൊ നമ്മളെ എന്താ പറയാ ചില്ലായിട്ട് പറയാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിക്കട്ടെ വീഡിയോ എടുക്കാൻ മറന്നു. ഇന്ന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എടുക്കാൻ മറന്നതാ. നല്ല വിശപ്പായിരുന്നു. ഇന്നലെ രാത്രി ആ ഒരു ഓഞ്ഞ ദോശ കഴിച്ചല്ലായിരുന്നു. എവിടെ പോയാലും ഇന്ന ദോശ തന്നെ. ഇന്ന് ഞാൻ പിന്നെ മാറ്റി പിടിച്ച് പൊറോട്ടയിലേക്ക് അങ്ങോട്ട് ചാടി. അടിപൊളി പൊറോട്ട, അടിപൊളി മീൻകറി, സൂപ്പർ ആയിരുന്നു. അവരെ ചായ പിന്നെ പറയാതെ വയ്യ, അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നി കഴിച്ചപ്പോഴേ എനിക്ക് നമ്മള് ഫായ്സിന്റെ അവിടെ പോയിട്ട് കഴിച്ചപ്പോ ഉള്ളൊരു ടേസ്റ്റ് എനിക്ക് തോന്നി. പക്ഷെ ചായ അപ്പൊ ഞങ്ങള് ഷിബോട്ടിന്റെ അടുത്ത് കേറാൻ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മള് ഷിബോട്ടിന്റെ അടുത്തേക്ക് കേറാൻ നിൽക്കാണ്. ഇനി എത്ര മണിക്കാണ് ഇവിടുന്ന് ഒഴിവാകാന്നൊന്നും പറയാൻ പറ്റൂല. അതെങ്ങനെയാണ് മനസ്സിലായല്ലേ? ഓരോ വർക്കും ഇനി എന്നെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ മാത്രം കൊണ്ടുപോയാൽ മതിട്ടാ. ഇങ്ങനെ വരുമ്പോ കൊണ്ടുവരരുത്. അല്ല ഫുഡ് മാത്രല്ല എനിക്ക് അങ്ങനെ വല്ലാതെ വരും. പക്ഷെ എനിക്ക് നല്ല ഫുഡൊക്കെ പ്രധാന പരിപാടി തന്നെ ഫുഡൊക്കെ പറയും. അത് വേണം ഇത് വേണമെന്ന് പറയും. അത് വാങ്ങിച്ചു കൊടുക്കും. അത് ഇന്ന് തിന്നേണ്ട പരിപാടി എനിക്കായിരുന്നു. അത് ഒന്ന് തൊട്ട് വെക്കും. ബാക്കി അത് പൂർത്തിയാക്കേണ്ട എന്റെ പരിപാടിയാ അല്ലേ? എന്താണ് കൊളസ്ട്രോൾ ഒക്കെ വന്ന് എങ്ങാനും ഞാൻ തട്ടിപ്പോയിക്കാൻ അതിന് ഉത്തരവാദിത ഞാനാണ്. അതാണ്. ഓക്കെ, താങ്ക് യു. നമ്മളിതാ ഷിബട്ടിനടുത്തേക്ക് കയറാൻ നിൽക്കുക. അപ്പൊ ഷൂട്ടിങ്ങിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതെ ഞങ്ങളുടെ ഷാഫി ചെയ്ത ക്യാരക്ടറിന്റെ കൗമാര വേഷം അല്ലേ? കാലിനിപ്പോ എങ്ങനെ ഡ്രാ പരിക്ക് നേരത്തെ പറ്റിയ ഒന്നൊന്നര അടി അടിച്ചു തരാം ബസ്സല്ലേ? ഓക്കേടാ. അങ്ങനെ അവരവരെ കലാപരിപാടികൾ തുടങ്ങി. അപ്പം ഞങ്ങൾ പോസ്റ്റ് ആവുന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പായത് കാരണം ഞാൻ ദീപിക പറഞ്ഞു നമ്മൾക്ക് ഇവിടെ ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് പോയിട്ട് കറങ്ങി കണ്ടാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അധികം കൊച്ചി എക്സ്പ്ലോർ ചെയ്യാത്ത കാരണം ഞാനോളോട് പറഞ്ഞു പിന്നെ നമ്മൾക്ക് അങ്ങനെ സിബേട്ടൻ പറയുന്നത് ഞങ്ങൾ ഫോറൻ മാളിലേക്ക് പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സിബേട്ടൻ ഒരു ഊബർ ടാക്സി ഒക്കെ വിളിച്ച് നമ്മൾ ഫോറൻ മാളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയാന്ന് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു അതിന് മേലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ലിഫ്റ്റിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എസ്കലേറ്ററിൽ പോകാമെന്ന് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ കയറാൻ പേടിയാടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ പോകാം. നിങ്ങൾ ഓരോരോ ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ 2, 3 അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി നടന്ന് എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി കണ്ടിട്ടാണ്.
അങ്ങനെ നമ്മൾ മഹാലക്ഷ്മി പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ദീപിക പറഞ്ഞു നമ്മൾക്കൊരു കോഫി കുടിച്ചാലോ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രോസ്റ്റഡും കോഫിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ദീപിക എന്നോട് ശനി എവിടേക്കാണ് പോകേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വലിയ പരിചയമില്ല, എനിക്ക് പരിചയമുള്ള സ്ഥലത്ത് എവിടേക്കാ വെച്ചാൽ നമുക്ക് പോവാൻ പറഞ്ഞു. അതിനോട് എന്നോട് നമുക്ക് ഊബർ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എവിടേക്കാണ് എന്നുള്ളൊരു ലക്ഷ്യമൊന്നുമില്ല ചോദിച്ചപ്പോൾ എന്നോട് നമുക്കൊന്ന് ബോട്ടിങ്ങിന് പോയാലോ, ഇവിടെ ഉണ്ട് ബോട്ടിങ്ങിന്. അങ്ങനെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി നമ്മൾ ഫോർട്ട് കൊച്ചി പോയി ഇറങ്ങി. നമ്മൾ അവിടുന്ന് ഇറങ്ങിയ അപ്പം തന്നെ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് റിട്ടേൺ കയറി. അപ്പോഴത്തേക്ക് സിബേട്ടന് ഫൈസലിക്ക് 2-3 പ്രാവശ്യം വിളിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോയിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞു ഞങ്ങൾ ബോട്ടിങ്ങിലാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ആ കായലിലൂടെ ഒക്കെ കറങ്ങി. അങ്ങനെ ഈ ഒരു ദിവസം ഞങ്ങൾ ശരിക്കൊന്ന് എൻജോയ് ചെയ്തിട്ടാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹായ് ഗൈസ്, ഫൈനലി ഞങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. 3 ദിവസത്തെ എറണാകുളം യാത്ര വൈൻഡപ്പ് ചെയ്ത് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ സമയത്തായി ശ്യാമേ? ഏകദേശം ഒരു 3:45. ഏതാണ് പുലർച്ചെയായി. ഇന്ന് ജർമ്മൻ ഡയറി ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ പാർട്ട്, അതിന്റെ സ്കോർ അതിന്റെ ഒരു പാട്ട് മ്യൂസിക് ചെയ്യാനുണ്ടായിരുന്നു, അതിന് വരികൾ എഴുതാനുണ്ടായിരുന്നു. അതിനൊക്കെ ആയിട്ട് ജോലിയായിട്ട് കാലത്ത് പോയതാണ്. ശുഭേട്ടന്റെ ഞങ്ങളുടെ സിബു സുകുമാറിന്റെ അടുത്ത്. അല്ല, അത് ഓഫ് കോഴ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ വർക്ക് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അത്യാവശ്യം നേരം വൈകിട്ട് തന്നെ ഞങ്ങൾ വരെ. അപ്പോൾ എന്താ ഞങ്ങൾ വന്ന് ഇത് നേരത്തെ എൻ്റെ ഈ വ്ളോഗർ കാണാത്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വ്ളോഗർ ഈ സമയമായതിൻ്റെ പേരിൽ ഉറക്കൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആള് ബാക്കിൽ നല്ല ഉറക്കിലാണ്. ഞങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഈ വ്ളോഗ് ഇതൊന്ന് തീർത്ത് തരണമെന്ന് പറഞ്ഞ് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, ശ്യാമിനെ തന്നെ. അല്ലേ ശ്യാമേ? അപ്പൊ ആള് എന്റെ മനേവി വീട്ടുകാര് വ്ളോഗർ. അപ്പൊ ഓക്കെ ഫൈൻ, ഞങ്ങൾ എത്താറായിട്ടാ. അപ്പൊ എന്തായാലും ഞങ്ങളെ നാട്ടിലേക്ക് ഇനി ഉണ്ടാവില്ലേ, 1 മണിക്കൂറും കൂടി ഉണ്ടെന്നാ പറയണേ ഗൈസ്. നമ്മള് തൃശ്ശൂർ വഴിയാണ് പോണെ, പാലിയേക്കര കുടുങ്ങാനും സാധ്യതയുണ്ട്. അപ്പൊ ഓക്കെ, വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ എന്റെ മനേവി നിങ്ങളെ സന്ധിക്കുന്നതായിരിക്കും. അപ്പോൾ മനേവിക്ക് വേണ്ടി ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്യാമ്, ഞാൻ. ഓക്കെ, താങ്ക് യു.